السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശേഷപ്പെട്ട ഈ ദിവസത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു കബൂലാക്കട്ടെ. അറഫാന്റെ പകൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഭൂമിയിൽ ഇനി ഇതിന്റെ മേലെ ഉത്കൃഷ്ടമായ ഒരു സന്ദർഭമില്ല. ലൈലത്തുൽ ഖദർ രാത്രിയാണ്. പകൽ സമയത്തെ പരിഗണിക്കുമ്പോൾ ഏറ്റവും ഉത്കൃഷ്ടമായ പകൽ അറഫാന്റെ പകലാണ് എന്ന് മഹാനരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ തോന്നിപ്പോകും ലൈലത്തുൽ ഖദറിൽ അള്ളാഹു ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹു നരകത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുന്നത് അറഫാന്റെ പകലിലാണോ എന്ന് പോലും തോന്നിപ്പോകും വിധമാണ് പ്രമാണങ്ങൾ ഇതിന്റെ പരിശുദ്ധിയെ വാനോളം പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നോമ്പ് നോറ്റ ആളുകളായിരിക്കും സദസ്സിൽ ഭൂരിഭാഗവും. ഈ ഒരൊറ്റ പകൽ സമയത്ത് നോമ്പ് കൊണ്ട് 700ഓളം ദിവസത്തെ ദോഷങ്ങളാണ് അല്ലാഹു തആല പുറത്തേറുന്നത്. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നോമ്പനുഷ്ഠിച്ച ആ ഒരു വർഷത്തെയും അത് കഴിഞ്ഞാലുണ്ടാവുന്ന ഒരു വർഷത്തെയും ദോഷങ്ങൾ അള്ളാഹു ഈ നോമ്പ് കൊണ്ട് പുറത്തു തരുമെന്ന് മഹാനരായ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചില മഹാന്മാർ അതിൽ നിന്ന് ഗവേഷണം ചെയ്തുകൊണ്ട് പറയുകയാണ്, വല്ലത്തി ബഅദഹ, നോമ്പിന് ശേഷമുള്ള ഒരു കൊല്ലത്തെ ദോഷം അഡ്വാൻസായി അല്ലാഹു തആല പൊരുത്തപ്പെട്ടു തരുമെന്ന് പറഞ്ഞതുകൊണ്ട് മനസ്സിലാകുന്നുണ്ട് അറഫാന്റെ നോമ്പ് അനുഷ്ഠിച്ച ആളുകൾ പിന്നീട് ഒരു കൊല്ലത്തേക്ക് മരിക്കൂല എന്ന് അതിൽ നിന്ന് മനസ്സിലാവുന്നു. അപ്പൊ ഒരു കൊല്ലത്തെ ആയുസിന് വരെ ഉപകരിക്കുന്ന നോമ്പാണ് ഈ നോമ്പ്. അവന് അടുത്ത കൊല്ലം നോറ്റാല് പിറ്റത്തെ കൊല്ലം മരിക്കൂലെന്ന് പിറ്റെങ്ങനെ പോകും. അവൻ മരിച്ചാൽ അതിന്റെ മുമ്പത്തെ അറഫാന്റെ നോമ്പ് എന്തോ കാരണത്താ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതങ്ങനെയാണ്ട് ഉറപ്പിച്ച് പറയല്ല. പക്ഷെ ഞാൻ പരിശോധിച്ചിടത്തോളം എന്റെ കുടുംബത്തിലെ കുറെ ആൾക്കാർ അങ്ങനെയാണ്. എന്റെ ഉമ്മ വഫാത്തിന്റെ തൊട്ടു മുമ്പുള്ള അറഫാന്റെ നോമ്പ് രോഗമുള്ള കാരണത്താൽ ഒഴിവാക്കിയിരുന്നു. ഞാൻ ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ഒഴിവാക്കിയാണ്. പിന്നെ പിറ്റത്തെ അറഫന്റെ ഇടയിൽ വഫാത്തായും ചെയ്ത്. അത് ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. എന്തോ കാരണത്താൽ പിന്നെ നോക്കാൻ ഒരവസരം ഉണ്ടാവില്ല. സമയമായാല് അങ്ങനെ ഉണ്ടാവാം. ഇനി അഥവാ നോറ്റ് എന്നാലും മരിക്കൂല എന്ന് ഉറപ്പിക്കാൻ പറ്റൂല. മരിക്കാം. അപ്പൊ പിന്നെ ഒരു കൊല്ലത്തെ ദോഷം പുറത്തരും എന്ന് പറഞ്ഞതോ, അതിന് ചില മഹാന്മാര് പറയുന്നുണ്ട്, പിന്നെ ഒരു കൊല്ലം ജീവിച്ചാൽ ചെയ്യുന്ന നന്മകളും ഒക്കെ അല്ലാഹു തആല അതിന് പകരമായിട്ട് അവന്റെ ഏടിൽ നിറച്ചു കൊടുക്കുമെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസത്തെ നോമ്പ്, ഖുർആനോത്ത്, സ്വലാത്ത്, ദിക്ർ, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് അധികരിപ്പിക്കുക, ഇബ്രാഹിമിയ സ്വലാത്ത് അധികരിപ്പിക്കുക, മറ്റേത് സ്വലാത്തും ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ പരമാവധി അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന അള്ളാഹുവിനോട് നെഞ്ചു പൊട്ടി അള്ളാഹുവിനോട് ഇങ്ങനെ ഹൃദയരോധനം ഇസ്തിഗ്ഫാറിലൂടെ അധികരിപ്പിച്ച് അള്ളാഹുവിനോട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. കുടുംബബന്ധം ചേർക്കുക, പാവങ്ങളെ സഹായിക്കുക. നാളെ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാതെ കയ്യിൽ കാശില്ലാതെ വലയുന്ന പാവങ്ങൾ ഉണ്ടാവും. അവരൊക്കെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഒരു കിറ്റ് കൊടുക്കുക. ആ ക്യാമറയിൽ പകർത്തൊന്നും വേണ്ട, വീഡിയോ ഒക്കെ ഇടും വേണ്ട, അള്ളാഹിനെ കരുതി കൊടുക്കുക. ഇതൊക്കെ വലിയ കാര്യങ്ങളാണെന്ന് അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രം കിട്ടുന്ന തൗഫീഖാണ്. അള്ളാഹു നമുക്ക് അതിന് അവസരങ്ങളും വാതിലും അള്ളാഹു തുറന്നേറ്റ്. ഇന്നത്തെ ദിവസമാണ് ലോക മനുഷ്യ സഞ്ചയത്തെ അത്ഭുതപ്പെടുത്തിയ ഏറ്റവും വലിയ പ്രഭാഷണം നടത്തിയത് മഹാനരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ദീർഘമായി ആ വിഷയം പറയുന്നില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള ഹജ്ജിന്റെ പുറപ്പാട് സവിസ്തരം ഹദീസിന്റെ കിതാബുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖസ്വ എന്ന ഒട്ടകത്തിന്റെ പുറത്ത് കയറി മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന സമയത്തുള്ള മീഖാത്താണ് ദുൽഹുലൈഫ. അവിടെ വന്നു, അവിടെ നിന്ന് ഇഹ്റാം ചെയ്തു. ഈ ഒട്ടകത്തിന്റെ മുകളിലിരുന്നു. ആ ഒട്ടകത്തിന്റെ മുകളിൽ എന്തിന്റെ മേലെയാണ് ഹബീബ് ഇരുന്നത് എന്ന് വരെ ചരിത്രത്തിൽ കാണാം. പഴയ മരത്തിന്റെ തോൽ കഷ്ണം ഒട്ടകത്തിന്റെ പുറത്ത് വെച്ച് അതിന്റെ മുകളിൽ ദ്രവിക്കാറായ പഴയ ഒരു തുണിയും വെച്ച് അതിന്റെ മുകളിലാണ് ലോക നേതാവിരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്. കാരണം ഹജ്ജിന് പോകേണ്ടത് പൂർണ്ണമായ താഴ്മയിലാണ് എന്നാണ് അതിലേക്ക് സൂചന. ആ ഒട്ടകത്തിന് പുറത്ത് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോ മുമ്പാകത്തൊന്നായിട്ട് അനുയായികള്, വലതുഭാഗത്തും അനുയായികള്, ഇടതുഭാഗത്തും അനുയായികള്, പിറകുഭാഗത്തും അനുയായികള്, എണ്ണി തീർക്കാൻ കഴിയാത്ത അനുയായികളുടെ ഇടയിൽ പുഞ്ചിരി തൂകുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. 10 വർഷം മുമ്പ് അതികഠിന കഠോരമായ മർദ്ദനത്തിന് വിധേയരാക്കി പച്ചക്ക് ഇറച്ചി കൊത്തി വലിച്ച് നട്ടുച്ചയുടെ വെയിലിൽ മണൽപ്പരപ്പിൽ മലർത്തിക്കിടത്തി പാറക്കെട്ടുകൾ നെഞ്ചത്ത് കയറ്റിവെച്ച് അതിശക്തമായി പീഡിപ്പിച്ച് ആട്ടി ഓടിച്ചിരുന്ന ഒരു വിഭാഗത്തിന്റെ അരികിലേക്ക് നേതൃത്വത്തിന്റെ മുൻനിരയിൽ പുഞ്ചിരി തൂക്കി വിജയഭേരി മുഴക്കി തൽബിയത്തും ചൊല്ലി ഒരു പുഴവെള്ള പാച്ചിൽ പോലെ കടന്നു വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. വരെയാണ് ആട്ടി ഓടിച്ചത് 10 കൊല്ലം. അതിനെ തിരിച്ച് അല്ലാഹു തആല തുറന്നു കൊടുക്കുന്ന സഹായത്തിന്റെ വാതിലാണ്. ഇങ്ങനെ വരെയാണ് തൽബിയത്താണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. തൽബിയത്ത് ചൊല്ലുന്ന സമയത്ത് ഫനസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങയുടെ അനുയായികളോട് ശബ്ദത്തിൽ തൽബിയത്ത് ചൊല്ലാൻ വേണ്ടി പറയണേ. അപ്പോൾ ഒരു 50,000 ആളുകൾ അവിടെ എത്തിയപ്പോൾ പിന്നെ 100,000 മേലെ ആളുകളായി. ഈ 50,000 ആളുകളും ദുൽഹുലൈഫയിൽ നിന്ന് മലക്കെട്ടുകൾക്കിടയിലൂടെ പ്രകമ്പനം കൊള്ളിക്കുന്ന അവസ്ഥയിൽ ഉച്ചസ്ഥരം തൽബിയത്ത് മുഴക്കുകയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. മനസ്സുകൊണ്ട് ഇങ്ങനെ നിന്നിച്ചോക്കി, നിക്കക്കള്ളില്ലാതെ പച്ചക്ക് ചെമ്പിലിട്ട് ഉരുക്കുകയും തകരയിലിട്ട് കരിക്കുകയും കമ്പിയിലിട്ട് കോർക്കുകയും കല്ല് വെച്ച് ആക്രമിക്കുകയും ചെയ്ത് നാട്ടിൽ പാർക്കാൻ സമ്മതിക്കാതെ ആട്ടി ഓടിച്ചിരുന്നൊരു വിഭാഗം ഉറക്ക തൽബിയത്തും ചൊല്ലി നേതാവിന്റെ കീഴിലായിട്ട് ആ മക്കയിലേക്ക് സ്വസ്ഥമായി സുരക്ഷിതരായി തവാഫ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ രംഗം അൽഹംദുലില്ലാഹ് അവിടെ എത്തി. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ 4 ദിവസം മക്കയിൽ താമസിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹ്. തവാഫ് ചെയ്തു, സഅയ് ചെയ്തു, 4 ദിവസം അവിടെ താമസിച്ചു. ബുധനാഴ്ച മിനയിലേക്ക് പോയി. യൗമുത്തർവിയാണ് അതിന്റെ പേര്. അതിന് പല കാരണങ്ങൾ പറയുന്നത്. അറബിയിൽ അതിന് ചിന്തിക്കുക, വിശ്രമിക്കുക, ചിന്തിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് മകനെ അറുക്കാനുള്ള സന്ദേശം കിനാവിലൂടെ കൈമാറിയ സമയത്ത് ഇത് ഇബ്ലീസിൽ നിന്നുള്ള ഇടപെടലാണോ സാക്ഷാൽ ഖാലിഖായ റബ്ബിന്റെ നിർദ്ദേശമാണോ എന്ന് ചിന്തിച്ചത് ദുൽഹജ്ജ് 8-നാണ്. ദുൽഹജ്ജ് 9-നാണ്. അത് റബ്ബിൽ നിന്നാണ് കൃത്യമായി ബോധ്യപ്പെട്ടത്. അത് അറഫ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം തിരിച്ചറിഞ്ഞു എന്ന അർത്ഥം അറഫക്കുണ്ട്. അതുകൊണ്ടാണ് ദുൽഹജ്ജ് 9-ന് അറഫ എന്ന് പേര് വെക്കപ്പെട്ടത് എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ദുൽഹജ്ജ് 8-ന് മിനായിൽ വന്നു നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. പിന്നെ 9-ന് അറഫയിലെത്തി.
അറഫാത്തിലെത്തി. അവിടെ നിന്നൊരു പ്രസംഗമാണ്. ഇടക്കിടക്ക് പറയും, ഇസ്മഉ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇസ്മഉ ഖൗലി, ഞാൻ പറയുന്നതൊക്കെ നിങ്ങളൊന്ന് കേൾക്കണേ. ഫൈന്നകും ലാ, നിങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങൾ ഒരുപക്ഷെ അടുത്ത വർഷം എന്നെ കാണാൻ സാധ്യതയില്ല എന്ന് ഇടക്കിടക്ക് അനുയായികളെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രസംഗത്തിനിടയിൽ നബിയുനാ റസൂലുള്ളാഹി ലാ അൽഖാകും ബഅദ ആമീൻ ഹാദാ, ഈ കൊല്ലത്തിന് ശേഷം നമ്മൾ തമ്മിൽ ഇനി അടുത്ത കൊല്ലം കണ്ടുമുട്ടാൻ സാധ്യതയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ അറഫയിൽ പ്രസംഗിക്കാൻ വേണ്ടി എണീറ്റു. അപ്പോഴും പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഞാൻ പറയുന്നത് നിങ്ങൾ ഉൾക്കൊള്ളുക. അവിടെയും പറഞ്ഞു, ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, നിങ്ങൾ എന്നെ ഈ കൊല്ലത്തിന് ശേഷം കാണാൻ സാധ്യതയില്ല. കാരണം 2 മാസങ്ങൾക്ക് ശേഷം പിന്നെ ലോകത്തോട് വിട പറയുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് പറഞ്ഞു, പലതും പറഞ്ഞു, എല്ലാം കൂടി ഉദ്ധരിക്കാൻ സമയമില്ല. തബറുക്കിന് വേണ്ടി 1-2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് പറയുകയാണ്. ഇന്ന ദിമാഅകും വഅംവാലകും വഅറാദകും ഹറാമുൻ അലൈക്കും, ഓ ജനങ്ങളെ, നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും പവിത്രമാണ്. അതിൽ അന്യായമായി കൈവെക്കാൻ ഒരാൾക്കും അവകാശമില്ല. അന്യോന്റെ സമ്പത്തിൽ, അന്യോന്റെ അഭിമാനത്തിൽ, അന്യന്റെ രക്തത്തിൽ അന്യായമായി കൈവെക്കൽ ഹറാമാണ് ജനങ്ങളെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. കഹുർമത്തി യൗമിക്കും ഹാദാ വകഹുർമത്തി ശഹരിക്കും ഹാദാ വകഹുർമത്തി ബലദിക്കും ഹാദാ. അല്ലാഹുവിന്റെ റസൂൽ തുടരുകയാണ്, ഈ ദിവസം പവിത്രമായതുപോലെ, ഈ മാസം പവിത്രമായതുപോലെ, ഈ സ്ഥലം പവിത്രമായതുപോലെ നിങ്ങളുടെ രക്തം പവിത്രമാണ്, നിങ്ങളുടെ സമ്പത്ത് പവിത്രമാണ്, നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്. അതിൽ അന്യായമായി കൈവെക്കാൻ ഒരാൾക്കും അധികാരമില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബേ നബിയുനാ റസൂലുള്ളാഹി. രക്തം ചിന്തൽ നിഷിദ്ധമാണ് എന്ന് ഏറ്റവും വലിയ മാനവികത പ്രഭാഷണത്തിൽ വിളംബരം ചെയ്ത് ആവർത്തിച്ചു പറഞ്ഞു മഹാനരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. മുസ്ലിം ഉമ്മത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പരാജയത്തിന്റെ കാരണം രക്തത്തിന് വില കൊടുക്കുന്നില്ല എന്നതാണ്. കുടുംബത്തിന്റെ പേരിൽ, സംഘടനയുടെ പേരിൽ സംഘർഷമാണ്, കലുഷാന്തരീക്ഷമാണ്. പാവങ്ങളുടെ രക്തം അതുകൊണ്ട് ഭൂമിയിൽ ഉറ്റി വീഴുകയാണ്. ജൂത പരീക്ഷകളുടെ ഏറ്റവും വലിയ പെരുന്നാള് നിരപരാധികളെ കൊന്നൊടുക്കിയിട്ട് രക്തപ്പുഴ ഒഴുക്കലാണ്. അതിന്റെ കാടത്വം മുസ്ലിമീങ്ങളിലേക്കും അറിയാതെ ചേക്കേറുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പരസ്പരമായിട്ടുള്ള രക്തം ചിന്തൽ അത് ഒരിക്കലും പാടില്ല, നിഷിദ്ധമാണ്, നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന് ആവർത്തിച്ച് ആണയിട്ട് പറഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാഹി. പോരാ, വഅറാദകും, നിങ്ങളുടെ അഭിമാനവും പവിത്രമാണ്. പേഴ്സണാലിറ്റി തകരുന്ന വർത്താനം പറയരുത്. ഒരുപാട് അങ്ങാടികളുണ്ട്, പണി തന്നെയാണ്. അവിടെ അങ്ങോട്ട് ഇരിക്കും ചില ആളുകൾ, ഒരു പണി ഉണ്ടാവില്ല, ഒരു പണിക്കോട്ട് പോവില്ല. ഓലെ പണി ഇതാണ്, ജനങ്ങളെ ഈബത്ത് പറയാം. അതാണ് ഇവിടെ കുറച്ച് കുറവാന്ന് തോന്നുന്നുണ്ട്. അത് അല്ലെ, ഞാൻ തമാശ പറഞ്ഞല്ലേ, ഞാൻ മനസ്സിലാക്കിയത് അറിഞ്ഞു, ഉള്ളിൽ കൂടി ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒറ്റോട്ടത്തിൽ ഇവിടെ അങ്ങനെ വ്യാപകമായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇവര് നരകത്തിലാണ്, ഒരു സംശയം വേണ്ട. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണെങ്കിൽ, ആൺകുട്ടിയാണെങ്കിൽ നേരിട്ട് ധൈര്യത്തിൽ വന്ന് പറയാം. കുടുംബക്കാരോടാണെങ്കിലും സ്നേഹിതന്മാരോടാണെങ്കിലും പറയാനുള്ളവരോട് നേരിട്ടൊന്ന് പറയാം. നേരിട്ടൊന്നും പറയില്ല, ഒഴിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ഈബത്തും നമീമത്തും പറഞ്ഞ അതിന്റെ ആളുകളായിട്ട് നടക്കുന്നവരുണ്ടല്ലോ. ഓലെ നിസ്കാരത്താകുമ്പോ ഇനി എത്ര വലിപ്പം കൂടിയിട്ടും കാര്യമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. തൻ്റെ ഇടയുള്ള ഈമുള്ള ആൺകുട്ടികൾ എന്താ ചെയ്യാന്നറിയോ? പറയാനുള്ള നേരിട്ടാണ്ട് പോയി പറയാം.
ഇങ്ങനെ സംഭവം ഉണ്ട്, അത് ശരിയാണോ എന്ന് ചോദിക്കും. ചിലപ്പോൾ മറുപടി കേട്ടാ പറഞ്ഞാളെ ഞെട്ടിപ്പോവും. കാരണം ഇവ മനസ്സിലാക്കി തന്നെ ആവൂല ആ നടക്കണത്. നേരെ മറിച്ച് നമ്മൾ ഊഹം വെച്ചുകൊണ്ട് കിട്ടണ വെഞ്ചം വരുന്നിട്ട് കാച്ചിയാലോ, അത് അള്ളാന്റെ റസൂല് ഹജ്ജത്തുൽ വിദായിൽ അറഫാന്റെ ദിവസം ജനങ്ങൾക്ക് താക്കീത് ചെയ്ത വിഷയത്തെ നമ്മൾ ഏറ്റെടുക്കലാവും. റസൂലുള്ള താക്കീത് ചെയ്ത് നമ്മൾ ഏറ്റെടുത്താ നമ്മൾ സ്വർഗത്ത് പോവോ? ഗീബത്ത് ഒരിക്കലും പറയരുത് പ്രിയപ്പെട്ടവര്. കല്യാണ പരിയൊന്നും പറയരുത്, അങ്ങാടിയിൽ ഇരുന്നിട്ടും പറയരുത്, അറഫാന്റെ ദിവസം പറയരുത്, ഒരു ദിവസം പറയരുത്. ഇത്ര വലിയ പരാജിതർ വേറെ ഉണ്ടോ? നാളെ മഹ്ശറിൽ മുഫ്ലിസ് വരാണ്ട് എന്നാണ്. മുഫ്ലിസ് എന്താ മുഫ്ലിസ്? ചിലതൊന്നും നമ്മൾ മനസ്സിലാക്കിയ പോലെ തന്നെ ആവൂല. എനിക്കൊക്കെ എത്രയോ അനുഭവം. നമ്മൾ മനസ്സിലാക്കിയതും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അന്വേഷിച്ചാലേ അതറിയുള്ളൂ. എനിക്കൊരിക്കൽ എന്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായി. ഒരു വാദനയപ്പോ ഒരു ചെറുപ്പക്കാരൻ എന്നോട്, ആ ചെറുപ്പക്കാരന്റെ മൗലാനിയെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് പറയാണ്. ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് ശമ്പളം തരുന്ന ആളല്ല, അങ്ങനെ പറയാൻ പാടില്ല. അല്ല ഉസ്താദ്, അയാളൊക്കെ അക്രമങ്ങളാണ്ട് അറിഞ്ഞോക്കണം. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, നിങ്ങളോട് ഇത് പറയാൻ കാരണം ഈവത്ത് വരാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ വാള് വല്ലാതെ കേൾക്കുന്ന ആളെ, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞ് തിരുത്താനാണെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചാ എനിക്ക് പറയാനുള്ളത് നിങ്ങോട്ട് പറയും, എനിക്ക് തിരുത്താളെ ഞാൻ തിരുത്താളെ എന്താന്ന് വെച്ചാൽ. അപ്പൊ എന്നോട് പറഞ്ഞാൽ എന്താരോ, എനിക്ക് കൃത്യമായിട്ട് ശമ്പളം തരൂല, എന്റെ കൂടെ ഉള്ള എല്ലാ സ്റ്റാഫ്സിനും അയാള് ശമ്പളം കൂട്ടി കൊടുക്കും, അപ്പോഴും എനിക്ക് തരൂല. എനിക്ക് ഉസ്താദ് ഒരു വീടും കൂടി ഇല്ല, ഒരു സെന്റ് ഭൂമിയില്ല, ഒരു വീടില്ല, എനിക്ക് 3-4 പെൺകുട്ടികളുണ്ട്, ഇതൊന്നും അയാളെ ബോധത്തിലില്ല. ആളെപ്പോ ചോദിച്ചാലോ ഞാൻ തരാന്ന് പറയുന്നല്ല, കൃത്യമായിട്ട് ശമ്പളം തരൂല. എനിക്കൊരു സുഖമില്ലാത്ത ഉമ്മണ്ട് ഉസ്താദ്. എന്നിട്ട് കുട്ടി ഇങ്ങനെ കരയാണ്, ഇങ്ങനെ കടിച്ച് കീറിയിട്ട് ഇയാളങ്ങനെ തകിടം മറിച്ചിട്ട് കരയാണ്. അപ്പൊ ഞാനും അങ്ങനെ എന്ത് വെച്ചാൽ, അയാൾ അങ്ങനെ ആവാൻ പറ്റും? മോശമല്ലേ? പണിക്കാരൻ കൃത്യമായിട്ട് ശമ്പളം കൊടുക്കണില്ല, കൂട്ടി കൊടുക്കണില്ല, ഒരു പരിഗണന ഇല്ലെങ്കിൽ എനിക്ക് അയാളോട് അറിയാതെ ഒരു വെറുപ്പ് വന്നു. അങ്ങനെയല്ല ഉണ്ടാകുക. അത് ഞാൻ അയാളെ വീട്ടിലാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ എന്റെ പണിക്കാരെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയുണ്ട്, നിങ്ങളെ വണ്ടിയിൽ ഇങ്ങോട്ട് കൊടുത്തില്ലേ, ഓനാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അതിനേക്കാളും ദേഷ്യം പിടിച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ഈ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അതിനേക്കാളും ദേഷ്യം പിടിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഇഷ്ടമൊക്കെ ഞാൻ കാണിച്ചു തരാന്നുള്ളവർക്ക് ഇങ്ങനെ ഇരിക്കുക. എന്നോട് പറഞ്ഞു, അവന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ദ്വാരക്കണം, 4 പെൺകുട്ടികളാ, അമ്മാക്കാണെങ്കിൽ സുഖമില്ല. അപ്പൊ ഞാൻ മുഖത്ത് ഇങ്ങനെ നോക്കി. അപ്പൊ എന്നോട് പറഞ്ഞു, നമ്മൾ ചോറ് കഴിക്കണതിന് മുമ്പ് ഇങ്ങോട്ട് വരുന്നത് പുറത്തിറക്കിയിട്ട് കുറച്ചാണ്ട് പോയിട്ട് ഒരു സ്ഥലം കാണിച്ചു തന്നു. ഒരു 10-27 സെന്റ് ഉണ്ട്, അവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ട്. ഇയാൾ എന്നോട് പറഞ്ഞു, ഇത് ഓനക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുകയാണ്, നിങ്ങളിപ്പം ഉണ്ടണ്ട. 1 സെന്റിന് 3 ലക്ഷമാണ് അവിടെ. 27 സെന്റാണ് ഈ കുട്ടിക്ക് വേണ്ടി ആള് വാങ്ങിക്കൊടുത്തത്. ഞാൻ അവിടെ ഉണ്ടാക്കണ പോരക്ക് അന്ന് 26 ലക്ഷമാണ് കരാർ കൊടുത്തത്. ഇവന്റെ ആയുസ് മുഴുവൻ, ഇവന്റെ വല്യപ്പാന്റെ ആയുസും കൂട്ടിയാൽ ശമ്പളാവോ? പക്ഷെ ഇത് ഇവനെ അറിയില്ല. അതാണ് ഇയാളെ ഈ ശമ്പളത്തിലൊന്നും ശ്രദ്ധിക്കാതെ ഓനെ സ്വന്തം ആളായിട്ട് ഏറ്റെടുത്താണ്. ആ വിവരം അറിയില്ല. ഞാൻ കണ്ണങ്ങോട്ട് നിറഞ്ഞു പോയി. ആ ആളെ കുറിച്ചാലും ഇപ്പൊ ഈബത്ത് പറഞ്ഞു നടക്കുന്നത്. കാരണം ഇവനെ അറിയില്ല. അതാണ് ഇപ്പൊ അറിയാത്ത മിണ്ടരുത് എന്ന് പറഞ്ഞത്. ഇപ്പൊ അടുത്തൊരു മഹലിൽ നിന്നൊരു മൂല്യരെ പുറത്താക്കി, ഒരു ചങ്ങായി പിത്തന ഉണ്ടാക്കിയതാ. കാരണം മൂല്യരെ എപ്പോഴും അത്തയ്യാത്തിന് ഇരിക്കുമ്പോൾ ലാസ്റ്റ് അത്തയ്യാത്തിനും 2ാമത്തെ അത്തയ്യാത്തിൽ ഇരിക്കുന്നവരെ ഇരിക്കുക. ഇപ്പം ഭയങ്കര സുന്നത്തിന്റെ ആളായിട്ട് ഇത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത വിവരമില്ലാത്ത മൂല്യരാണ്. നിങ്ങൾ കണ്ടില്ല, ഇരിക്കണണ്ടില്ല. ഇപ്പൊ ഒരു മാസം മുതൽ തുടങ്ങിയാണ് യുദ്ധം. അയാൾക്ക് എന്ത് വിവരമുള്ളത് എന്നിട്ട് ഭയങ്കര പിത്തന. കമ്മിറ്റിക്കാർക്ക് കുറച്ച് ചേച്ചി, അങ്ങനെയല്ല, കുറെ പിത്തനെ തള്ളി കയറിയാൽ പിന്നെ മലവെള്ളപ്പാച്ചിൽ പോലെയാണ്, എന്തെങ്കിലും കണ്ട് ഉൾക്കൊള്ളാൻ സാധ്യത. കമ്മിറ്റിക്കാർ യോഗം കൂടി ഉസ്താദിന്റെ റൂമിൽ കണ്ടു. 22 കൊല്ലമായിട്ട് ആ സാധുവോടെ ഖിദ്മത്ത് ചെയ്യുന്ന ആളാണ്, ഖത്തീബാണ്. കമ്മിറ്റിക്കാർ മാന്യമായിട്ടാ പെരുമാറി. കമ്മിറ്റിക്കാരൻ ഉസ്താദെ അങ്ങാടി മുഴുവനും പാട്ടയക്കുന്ന ഉസ്താദ് വല്ല പൊയ്ക്കൊള്ളില്ല. എന്നാ പിന്നെ അതിനനുസരിച്ച് കൊണ്ട് തൻ്റെ ഇടയുള്ള കമ്മിറ്റി ആയതുമില്ല. ഇതൊന്ന് പരിശോധിച്ചാണ്ട് ശരിയാണെങ്കിലല്ല പുറത്താക്കുക. അങ്ങോട്ടത്തെ അവര് എത്തിയിട്ടില്ല. അപ്പോ എന്തെന്ന് വെച്ച് അതിനിപ്പോ കൂടുതൽ പറയണ്ട, ഇവിടെ വരെ കുറെ ആളുകളുടെ ഇടയിൽ വിവാദം ഇരിക്കണം, നിങ്ങളെ ഇരുത്തോ നിർത്തമൊക്കെ വേഗം പൊയ്ക്കൊള്ളിന്നാണ്. അപ്പൊ അയാൾക്ക് മനസ്സിലായി ഇവ ഉണ്ടാക്കി വിത്തനെയാണ്, അത്തയ്യാത്തിലുള്ള ഇരുത്താണ് പ്രശ്നം. അയാൾക്ക് മനസ്സിലായി. അയാളെ പോവാൻ തീരുമാനിച്ചു. പെട്ടും സാധനങ്ങളൊക്കെ റെഡിയാക്കി ഒക്കെ വണ്ടി കയറ്റി ലാസ്റ്റ് കമ്മിറ്റിക്കാരോട് വെച്ച് എനിക്കൊന്ന് യാത്ര പറഞ്ഞൂടെ വെള്ളിയാഴ്ച എന്ന് വെച്ചു. അത് പറഞ്ഞോളി. അപ്പൊ മുമ്പര് പറഞ്ഞു, എന്നെ നിങ്ങളെല്ലാരും കുറെ നോക്കിയിട്ടുണ്ട്, എന്റെ ഭാഗത്തുനിന്നും എല്ലാ അമളികളും സംഭവിച്ചിട്ടുണ്ട്, എല്ലാവരും പൊരുത്തപ്പെടണം. പിന്നെ ഞാൻ ലാസ്റ്റ് അത്തയ്യാത്തിന് 2ാമത്തെ റക്കാത്തിൽ ഇരിക്കുമ്പോൾ ഇരിക്കാൻ കാരണം എന്റെ ഭാഗത്ത് വലിയൊരു മുറിയുണ്ട്, അപ്പൊ എനിക്ക് ഇരിക്കാൻ വയ്യാത്തോണ്ടാണ്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിക്കണേ എല്ലാവരും പൊരുത്തപ്പെടുന്ന പറഞ്ഞപ്പോഴെല്ലാരും കൂടി കരയാണ്.
എന്നാ അതൊന്ന് നേരെ പോയി അന്വേഷിച്ചാൽ മതി. നിങ്ങൾ എന്താ അങ്ങനെ ഇരിക്കാൻ കാരണം നേരെ അന്വേഷിച്ചാൽ അതുകൊണ്ട് തീർന്നല്ലോ ഇപ്പൊ ഈ വിഷയം. ഇതാണെന്ന് ലോകം. എന്താണ് സംഗതി എന്നാണ്ട് മനസ്സിലാക്കൂല. ഒരാളൊരു പിത്തനക്ക് തിരി കൊളുത്തും എല്ലാരും കൂടി എന്റെ ബാക്കിലാണ് പോകും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നല്ല മനുഷ്യന്മാരുടെ സ്വഭാവം എന്താ അറിയോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് ഒന്ന് ഫേസ് ടു ഫേസ് ചർച്ച ചെയ്യുക, എന്നിട്ട് അതിനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. എന്നാ എത്ര ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലേണ്ടി വരും എന്നറിയങ്ങള്. പാവങ്ങളെ കുറിച്ച് ഓരോന്ന് മനസ്സിലാക്കുക. ഇതന്ന് ബ്ലോക്ക് ചെയ്തു മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ നാളെ മുഫ്ലിസ് ആണെന്ന് ഹദീസ് കാണാം. നാളെ ചില ആളുകൾ മുഫ്ലിസ് പാപ്പരാണ്. എന്താ കാര്യം? ഒരുപാട് ഇബാത്തിന്റെ ഭാണ്ഡങ്ങളേറ്റ് മഹ്ശറിക്ക് വരും. സ്വർഗത്തൊക്കെ പോകുന്ന നേരത്ത് ഇവനെ ജനങ്ങൾ ഇങ്ങോട്ട് വളയും. എന്നിട്ട് അള്ളഹാനോട് പറയും, പഠിച്ചോനെ ഇന്ന അങ്ങാടിയിലിരുന്ന് ഈബത്ത് പറഞ്ഞ ആളാണ്. അപ്പൊ വേറെ ആളോര് എന്നെ കുടുംബത്തിൽ കല്യാണത്തിൽ വെച്ചിട്ട് ഈബത്ത് പറഞ്ഞ ആളാണ്. വേറെ ആളോര് എന്റെ അമ്മായിമാരോട് എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞ ആളാണ്. വേറെ ആളവര് ഞാൻ ഇല്ലാത്ത സമയത്ത് പെണ്ണുങ്ങൾ എടുത്തത് എന്നെ കുറിച്ച് നാറ്റിയ ആളാണ്. എന്താ ഉണ്ടാകുക? ചോടുകണക്കിന് അമലുകൾ അല്ലാഹു തആല ആരെ കുറിച്ചൊക്കെയാ ഈബത്ത് പറഞ്ഞത് അവർക്ക് ഇങ്ങനെ വാരിക്കൊടുക്കും, വാരിക്കൊടുക്കും, വാരിക്കൊടുക്കും. സുബ്ഹാനല്ലാഹ്. വാരിക്കൊടുക്കാനില്ലെങ്കിലോ ഇവർ ചെയ്ത സയ്യാത്ത് ആരെ കുറിച്ചാണോ ഗീബത്ത് പറഞ്ഞത് അവന്റെ വ്യഭിചാരം, അവന്റെ കള്ളുകുടി, അവന്റെ തോന്നിവാസങ്ങൾ മുഴുവനും ഒരു തോന്നിവാസം ചെയ്യാത്തവന്റെ എടുക്കിങ്ങനെ അല്ലാഹു തആല എഴുതി വെക്കും. ഇതിനേക്കാളും വലിയ പരാജിതനുണ്ടോ? അതുകൊണ്ടാണ് ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ഗീബത്ത് പറയുകയാണെങ്കിൽ എന്റെ ഉമ്മാനെ പറയുള്ളൂ, വേറെ ആരും പറയും. ഉമ്മാനെ. കാരണം എന്താ? ഗീബത്ത് പറയാൻ തന്നെ എന്താ? ഞാൻ നിസ്കരിച്ചത്, ഞാൻ നോമ്പോറ്റത്, ഞാൻ ഖുർആൻ ഖത്തം തീർത്തത്, ഞാൻ ഹജ്ജ് ചെയ്തത്, ഞാൻ പഠിച്ചത്, പഠിപ്പിച്ചത്, ദർസ് നടത്തിയത്, ഞാൻ അധ്വാനിച്ചത്, രാത്രി തഹജ്ജുദ് നിസ്കരിച്ചത്, ഇതൊക്കെ ഒരു പണിയെടുക്കാത്ത ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കണതിന്റെ പേരല്ല ഗീബത്ത്. അതടാ എന്റെ ജീവിതത്തെ എനിക്ക് എനിക്ക് കൊടുക്കാൻ ഒരു സ്വാതന്ത്ര്യവും സൗകര്യവും ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ ഉമ്മാക്ക് മാത്രമാണ്. കാരണം എന്റെ ഉമ്മയല്ല എന്നെ പേറി കിടന്നത്. ഫ്രീ ആയിട്ട് ഞാൻ ചെയ്ത അമലുകൾക്ക് ഒരാൾക്ക് തൂക്കി കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ ഉമ്മാക്കല്ലേ ഞാൻ കൊടുക്കണ്ടേ? അതുകൊണ്ട് ഞാൻ ഗീബത്ത് വരാണെങ്കിൽ എന്റെ ഉമ്മാന്റെ ഗീബത്ത് വരുള്ളൂ, വേറെ ആർക്കും പറയില്ല. അങ്ങനെ ഇത്ര വലിയ പരാജയം ലോകത്ത് വേറെ ഇല്ല. ഗീബത്ത് പറഞ്ഞു നടക്കുക. ഒരു ഹദീസ് കാണാം, അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ, വ്യഭിചാരത്തെക്കാളും കഠിനമാണ് പരദൂഷണമെന്ന് മഹാനരായ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ വ്യഭിചരിച്ചാല് മനന്നൊന്ത് പടച്ചോനേന്നാണ്ട് വിളിച്ച അള്ള സ്വീകരിച്ച അയിമ കഴിഞ്ഞു. അത് ഗീബത്ത് പറഞ്ഞാല് സുജൂദ് കിടന്നിട്ട് കണ്ണിന്ന് ചോര ഇറക്കിയാലും പൊറുക്കൂല. ആരെ കുറിച്ച് പറഞ്ഞു? ഓന്റെ അടുത്തേക്ക് പോകണം, കൈ ഒടിച്ചിട്ട് പൊരുത്തപ്പെടിക്കണം, അല്ലാതെ അള്ള പൊരുത്തപ്പെട്ടു തരൂല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറയുകയാണ്, അഭിമാനത്തെ വ്രണപ്പെടുത്തല്ലേ, സമ്പത്തിനെ അനധികൃതമായി കയ്യിൽ വെക്കല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്നുകൂടെ നേരെ സമയം ഒന്നുകൂടി പറയാം. ഹജ്ജത്തുൽ വദായിലെ പ്രഭാഷണമാണ്. മൻകാന ഇൻദഹു അമാന ഫൽയുഅദ്ദിഹാ. ആരുടെയെങ്കിലും അരികിൽ സൂക്ഷിപ്പ് സ്വത്തുണ്ടെങ്കിൽ അത് ഗൗരവത്തോടെ പൂർത്തിയാക്കി കൊടുക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുപോലെ നമ്മളെ കയ്യിൽ വലിയൊരു വിലപിടിപ്പുള്ള സാധനം ഉണ്ടെങ്കിൽ ആരെ കയ്യിൽ വെക്കാൻ അപ്പൊ വിശ്വാസമുള്ളത്? കുറച്ച് പൈസ ഉണ്ട്, ബാങ്കിൽ വെക്കാൻ താല്പര്യമില്ല, അപ്പൊ നമ്മൾ ഇന്ന ആളെ കൈ കൊണ്ടുകൊടുത്താൽ അത് വേണ്ട, ഓനത് മുതലാക്കും, മറ്റാളെ ഓറ്റ് മുങ്ങും, പിന്നെ ഓൻ ചോദിക്കുമ്പോ തരൂല. അങ്ങനെയല്ലേ മനസ്സിക്ക് പേരുകൾ വരുന്നത്. എനിക്ക് എപ്പോ ചോദിച്ചാലും കിട്ടും, ആദ്യമൊന്നും ഒന്നും കൊടുക്കൂല എന്ന് കരുതിയിട്ട് സുരക്ഷിതമായിട്ട് ഒരു കുറച്ച് പൈസ ഏൽപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരൊന്നുണ്ടോ? പരസ്പരം വിശ്വാസമില്ല. അമാനത്തെ ഏൽപ്പിച്ചാൽ കൊടുത്തു വീട്ടൽ വളരെ ചുരുങ്ങി 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 വരികയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് കൊടുക്കാൻ പൈസ ഏൽപ്പിച്ചവൻ നാട്ടിൽ വന്നതിന് ശേഷം കൊടുക്കാതായതിനു ശേഷം പോയി 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 അവസാനം പറമ്പെന്ന് അടി കൂടിയത് എനിക്ക് ഇപ്പൊ അടുത്ത് വിവരം കിട്ടി. അവിടുന്ന് ഏൽപ്പിച്ചതാണ്, വരിയിൽ കൊണ്ടുകൊടുക്കാൻ വേണ്ടിട്ട് കുറച്ച് പൈസ. അതേറ്റ് ഇങ്ങോട്ട് വന്നു, ഇവൻ കൊടുക്കണില്ല, കുട്ടികളെ പറഞ്ഞാൽ കിട്ടണില്ല. അവസാനം ഇവൻ പോയി പിന്നെ തരാറ്, പിന്നെയും പിന്നെ തരാറ്. അവസാനം രണ്ടാളും കൂടി പറമ്പ് നടി ഉണ്ടായി, എന്നിട്ട് ഇപ്പോഴും കൊടുത്തിട്ടില്ല. ഈ കൊടുക്കാത്തവന് നാട്ടിലെ മാന്യനാ. അടുത്ത് വേറെ കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞാ 3-4 ആളുകളിൽ നിന്ന് പൈസ കടം വാങ്ങി തിരിച്ചു കൊടുക്കണില്ല, എത്ര ചോദിച്ചിട്ടും കൊടുക്കണില്ല. അവസാനം ഇവൻ നാട്ടിൽ നിന്ന് മുങ്ങിയിട്ട് പിന്നെ ഇവനെ തെരഞ്ഞു പോയി നോക്കുമ്പോ വേറൊരു മഹലില് ദിക്റാൽക്കൊക്കെ നേതൃത്വം കൊടുത്തിരിക്കുന്നുണ്ട്. അങ്ങനുണ്ട്. ഇവനെ പിന്നെ കിട്ടിയത് എവിടുന്ന്? ആരങ്ങള് ദിക്റാൽക്കന്റെ സാസില് ദ്വാരക്കായിരിക്കണം, അവിടുന്ന് കിട്ടിയത്.
പൈസ കൊടുക്കാതെ മുങ്ങിയ പറയണില്ല ഞാൻ. ഇവനൊക്കെ വെച്ചിട്ട് നേതൃത്വം കൊടുത്ത ആ സാസിന്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മൻകാന ഇൻദഹു വമാന ഫല്യുഅദ്ദിഹാ. അടങ്ങള് അള്ളാഹുവിന്റെ റസൂലിനെ 100 ആളുകൾ കൊല്ലാൻ വന്ന സമയത്ത് പോപ്പിന്റെ ഉള്ളിൽ കിടക്കുകയാണ് മുഹമ്മദ് മുസ്തഫ. നിങ്ങളെല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. ആ പോപ്പിന്റെ ഉള്ളിൽ മരുവനെ കെടുത്തിട്ടാണ് പോണത്. എന്തിനാണ് മരുവനെ കെടുത്തുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ ചിന്തിച്ചാല്. പക്ഷെ എന്തിനാരോ, ഈ കൊല്ലാൻ വന്ന ആളുകളിൽ തന്നെയും പലരും റസൂലുള്ളാഹിന്റെ അടുത്ത് അമാനത്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ വിലവെടിപ്പുള്ള പല സാധനങ്ങളും ആരുടെ കയ്യിലും കൊടുക്കാൻ വിശ്വാസമില്ല. പക്ഷേ ശത്രുക്കൾക്ക് പോലും ഒരാളെ കയ്യിൽ കൊടുക്കാൻ വിശ്വാസമുണ്ട്. അത് അൽ അമീൻ മുഹമ്മദ് മുസ്തഫയാണ്. അപ്പൊ ഇവിടെ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ട്. കൊല്ലാൻ വന്ന ആളുകൾക്ക് അത് തിരിച്ചു കൊടുക്കാനാണ് അലിയാരെ പോപ്പ് കെടുത്തിയത്. കൊല്ലാൻ വന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള സ്വത്ത് തിരിച്ചു കൊടുക്കാനാണ് മരുമകനെ പോപ്പ് കെടുത്തിയിട്ട് പോയത് മുഹമ്മദ് മുസ്തഫ. അന്ന് നുബൂവത്ത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ 25 വയസ്സിന് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ റസൂൽ ഒരു സ്വഭാവം കിതാബിൽ കാണാം. രണ്ടാളെ തീരുമാനിക്കും, നാളെ നമുക്ക് കൈമാറല്ലേ, എന്നാ പിന്നെ നാളെ നമുക്ക് ഒരു 10 മണിക്ക് ഇൻഷാ അല്ലാഹ് അത് തീരുമാനിക്കാം. ആ പറഞ്ഞ 10 മണിക്ക് ആ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് ആ മനുഷ്യനെയും കാത്ത് മണിക്കൂറുകൾ നിൽക്കുമായിരുന്നു മുഹമ്മദ് മുസ്തഫ. അയാളത് മറന്നിട്ടുണ്ടാവും. പിറ്റേന്ന് അവിടെ തന്നെ പോയിക്കും. അപ്പൊ യാദൃശികമായിട്ട് അയാൾ ഞങ്ങൾ 2-3 ദിവസം അമ്മല് തീരുമാനിച്ചല്ലേ 10 മണിക്കോടെ നിൽക്കണമെന്ന്. അവിടെ നിൽക്കണ്ടേ? തറ വിശ്വസ്തനായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹ്. മൻ കാന ഇൻദഹു വമാന ഫല്യുഅദ്ദിഹാ. ആർക്കെങ്കിലും അമാനത്ത് കൊടുത്തു വിട്ടാനുണ്ടെങ്കിൽ കൈവശമുള്ള അമാനത്ത് അത് പൂർണ്ണമായി കൊടുത്തു വിട്ട് പൂർത്തീകരിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറയുകയാണ്. പറയാനുള്ളത് മുഴുവനും പറഞ്ഞു, കൈമാറാനുള്ളത് മുഴുവനും കൈമാറി. അതിനിടയിൽ ജിബ്രീൽ ഇറങ്ങിയിട്ട് ആയത്ത് ഓതി കേൾപ്പിച്ചു. അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. اليوم ഈ ദിവസമാണ് അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ദീനെ നമ്മൾ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നതും നിഅമത്തിന്റെ സമ്പൂർത്തീകരണം നടന്നതും ഈ അറഫാന്റെ ദിവസമാണ്. യാ റസൂലല്ലാഹ്, വഹയിന്റെ ചിറകിലേറി ആകാശഗംഗയിൽ നിന്ന് ജിബ്രീൽ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. ആയത്തിന്റെ അർത്ഥം അങ്ങ് മനസ്സിലായതോടെ അബൂബക്കർ കരയുകയാണ്, ഉമറുൽ ഫാറൂഖ് കരയുകയാണ്. നിഅമത്ത് പൂർത്തീകരിച്ച് വിളംബരം കേട്ടപ്പോൾ എന്തിനാണ് ബുദ്ധിശാലികളായ കൂർമ്മ ബുദ്ധിയുള്ള ചില മഹാന്മാരായ സഹാബാക്കൾ കണ്ണുനീര് തുടച്ച് ഞങ്ങളടിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമറേ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? യാ റസൂലല്ലാഹ്, ഡ്യൂട്ടി പൂർത്തിയായാൽ പോവാൻ സമയമായി എന്നല്ലേ അതിന്റെ അർത്ഥം? യാ റസൂലല്ലാഹ്, അങ്ങേ അല്ലാഹു നിയോഗിച്ചത് ദീനിന്റെ പൂർത്തീകരണത്തിനാണ്. അത് ഇന്ന് പൂർത്തിയായി എന്ന് വന്നാൽ അങ്ങേക്ക് ഭൂമിയിലുള്ള പാർപ്പിടത്തിന്റെ ഡേറ്റ് കഴിഞ്ഞു എന്നല്ലേ അതിന്റെ അർത്ഥം? എന്ന അർത്ഥം മനസ്സിലായ സഹാബാക്കൾ കൊച്ചുകുട്ടിയെ പോലെ ആയത്ത് കേട്ടവാടെ ഞെട്ടിത്തെറിച്ചുകൊണ്ട് പുന്നാര പൂമ്മാന്റെ പ്രകാശമയമായ മുഖം നോക്കി കണ്ണിനീരൊഴുക്കുകയാണ്. യാ റസൂലല്ലാഹ്, ഫിദാക ബി വ ഉമ്മീ യാ ഹബീബല്ലാഹ്. ഈ ആയത്തിന്റെ പൊരുള് മനസ്സിലായി സ്വഹാബാക്കളിൽ ചില ആളുകൾക്ക്. ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അവരൊക്കെ കരയാൻ തുടങ്ങി. സംഗതി അതന്നെയായിരുന്നു. അതിനെ നിഷേധിച്ചില്ല മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെ മിനായിലേക്ക് 3 ദിവസങ്ങളിലും ഇടക്കിടക്ക് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഈ വാക്കുപയോഗിക്കും. കേൾക്കിട്ടോ, കേൾക്കില്ല
അടുത്തൊല്ലങ്ങളിൽ പിന്നെ കാണൂല, അത് കേട്ടോളിട്ടോ, അത് കേട്ടോളി, അടുത്തൊല്ലം കാണൂല. ഇതിങ്ങനെ ആവർത്തിക്കും ഇടക്കിടക്ക്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ പരിഗണിക്കണേ, അവര് അമാനത്താണ്. ഭാര്യമാരെ പരിഗണിക്കണേ, അവര് അമാനത്താണ്. അടിമകളെ പരിഗണിക്കണേ, അവര് അമാനത്താണ്. പക പരസ്പരം വീട്ടല്ലേ, അത് ശ്രദ്ധിക്കണേ. പലിശക്കാരെ ഇതോടെ അവസാനിപ്പിക്കണേ. ഇനി മുതൽ പലിശയില്ല, പലിശ നിഷിദ്ധമാണ്. അന്ന് ഏറ്റവും വലിയ പലിശക്കാരനായിരുന്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. പലിശ കച്ചവടം നടത്തി ജീവിതം പോറ്റുന്ന ആളായിരുന്നു അബ്ബാസ് റളിയല്ലാഹു. അള്ളാഹുവിന്റെ റസൂൽ ഇതാണ്ട് പറഞ്ഞ ഉടനെ അബ്ബാസ് റളിയല്ലാഹു എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്കാര് എന്ത് പൈസ തരാണെങ്കിലും അതിന്റെ പലിശ ഇനി ഒരാളും തരാൻ പാടില്ല. ഞാൻ തന്ന പൈസ എന്നെ തരാനില്ലാത്തവർക്കൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു. ഇതായിരുന്നു സഹാബ. ഒറ്റ പ്രസ്താവന നടത്തിയിട്ടുള്ളൂ, പലിശ ഇന്ന് മുതൽ പാടില്ല. അപ്പോഴേക്ക് പലിശക്കാരൻ എണീറ്റ് നിൽക്കാൻ തുടങ്ങി. ഇനി ആരും പൈസ തരണ്ട, ഇനി ഞങ്ങൾ തന്ന പൈസ തന്നെ തിരിച്ചു തരാൻ പറ്റാത്തവർക്കൊക്കെ ഞങ്ങൾ പൊരുത്തപ്പെട്ടു. എന്താണ് അവരുടെ മനസ്സിന്റെ സംശുദ്ധിയിലെ അല്ലാഹു തആല അവരെ ബർക്കത്തോടെ നമ്മൾ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നടന്ന പ്രഭാഷണം ഞാനൊന്ന് ഓർത്തു, ബർക്കത്തിന് വേണ്ടി. നീട്ടി പറയാൻ സമയമില്ല, കാരണം നമ്മൾ കുറഞ്ഞ സമയം പ്രസംഗിക്കാറുള്ളൂ. ഏതായാലും ഇതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതാന്ത്യം വരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പരിരക്ഷിക്കേണ്ടതാണ്. പരിശ്രമിച്ചുകൊണ്ട് ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ഓരോ വാക്കുകളും ആത്മാവിന്റെ ദീപശിഖയാണ്. അള്ളാഹു അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതക്രമം പാകപ്പെടുത്താൻ നമുക്ക് ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير.
ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ യാ ഹയ്യു യാ ഖയ്യൂം 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 സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം 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 الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد റഹ്മാനായ അല്ലാഹുവേ, പാവങ്ങളായ പാപികളായ ഞങ്ങൾ നോമ്പ് നോറ്റവരായി പള്ളിയിലിരുന്ന് പറഞ്ഞതും ചൊല്ലിയതും വീഴ്ചകൾ പുറത്ത് പരിഹരിച്ച് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വലിയ അമലായി നീ സ്വീകരിക്കണേ അല്ലാ. നിന്റെ ഔദാര്യം കൊണ്ട് കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഇന്നത്തെ ദിവസം കത്തിക്കാളുന്ന ബീഭത്സകമായ നരകജ്വാലയിൽ നിന്ന് നിന്റെ ഔദാര്യം കൊണ്ട് നീ രക്ഷപ്പെടുത്തുന്ന പട്ടികയിൽ പാവങ്ങളെ പെടുത്തണേ അല്ലാ. ഈ ദിവസവും പെടുത്താതിരിക്കല്ലേ അല്ലാ. ഇത്തത്തിന്റെ പട്ടികയിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, നരകത്തിന്റെ ജ്വാല ഒരു മൈക്രോ സെക്കൻഡ് സഹിക്കാനുള്ള തൊലിക്കെട്ടി ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് സ്വർഗം കണി കാണാനുള്ള അമലോ ഈമാനോ അതുമില്ല. ബേജാറിലാണ്. ആകെയുള്ള സമാധാനം നീ ഗഫാറും റഹ്മാനുമാണ് എന്നതാണ്. ആ പ്രതീക്ഷ നീ മുറിച്ചു കളയല്ല അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട് പാവങ്ങളായ അടിയങ്ങളെ പൊതിയണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ജീവിതത്തിൽ ഇന്നോളം നിന്റെ വെള്ളം കുടിച്ച്, നിന്റെ അന്നം കഴിച്ച്, നിന്റെ ഓക്സിജൻ ശ്വസിച്ചുകൊണ്ട് നിനക്കെതിരായി ഞങ്ങൾ പറഞ്ഞതും ചെയ്തതും ചിന്തിച്ചതുമായ എല്ലാ കാര്യങ്ങളും നീ പുറത്തു തരണേ അല്ലാ. സയ്യാത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാ. സയ്യാത്തുകൾ ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാ. സയ്യാത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ ഹൃദയങ്ങളെ ശിർക്ക്, കുഫ്ർ, നിഫാഖ്, റിയാ, ഹിർസ്, ഉജ്ബ്, അദാവത്ത്, ശഹവത്ത്, ബിദ്അത്ത്, ഖവാത്തിർ, ളലാലത്ത് പോലെയുള്ള റൂഹിന്റെ മാറാവ്യാധികളിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ.
ഞങ്ങളെ ശരീരങ്ങളെ അറ്റാക്ക്, ക്യാൻസർ, കിഡ്നി വീക്ക്, സ്ട്രോക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. പന്നിപ്പനി, പക്ഷിപ്പനി, കുരങ്ങുപനി, എലിപ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, കൊറോണ, ഒമിക്രോൺ പോലെയുള്ള ഇനി എന്തെല്ലാമോ മാറാവ്യാധികളുണ്ടോ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തണേ അല്ലാ. ക്യാൻസറിന്റെയോ മറ്റോ ലക്ഷണങ്ങൾ ഞങ്ങൾക്കുണ്ടെങ്കിൽ ആ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബങ്ങളെയും രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ, അറഫാന്റെ പ്രഭാതത്തിൽ സുബ്ഹി നിസ്കരിച്ച് നിന്റെ പള്ളിയിൽ സ്വലാത്തും ദിക്റും ചൊല്ലി പാവങ്ങളായി ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളെ അർഹമുർ റഹീമീനായ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ പൊരുത്തത്തിൽ തരണേ അല്ലാ. ആ ആയുസ്സിലൊക്കെ ഇസ്സത്ത് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ജീവിതത്തിൽ വഴിമുട്ടിക്കല്ല അല്ലാ. ആരാനോട് യാചിക്കേണ്ട ഗതി നൽകല്ല അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന, പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുന്ന കുടുംബങ്ങളൊക്കെ നോക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ജീവിതത്തിൽ, ഞങ്ങളെ സമയങ്ങളിൽ, ഞങ്ങളെ സമ്പത്തിൽ, ഞങ്ങളെ കുടുംബത്തിൽ, ഞങ്ങളെ സന്താനങ്ങളിൽ അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ ദീനിന് വേണ്ടി ഞങ്ങളെ സ്നേഹിച്ചവരെയും ഞങ്ങളെയും ഒരുമിച്ച് നീ അൽ ഫിർദൗസിൽ അലയിൽ പെടുത്തണേ അല്ലാ. എപ്പോഴാണ് മരിക്കുക എന്ന് ഞങ്ങൾക്കറിയില്ല. നീ കണക്കാക്കിയ ഡേറ്റിലേക്ക് ഓരോ ദിവസങ്ങളിലും തള്ളി വരുന്നവരാണ് ഞങ്ങൾ. മരണത്തിന് പ്രായമില്ല, രോഗമില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ബോധമില്ലാതെ കഴിയുകയാണ്. ഞങ്ങൾക്ക് നീ ഉള്ളിൽ ബോധം നൽകണേ അല്ലാ. നല്ല മയ്യിത്താവാനുള്ള സൂക്ഷ്മതയുള്ള ജീവിതം നൽകണേ അല്ലാ. ഞങ്ങളെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളെ മരണത്തിന്റെ ദിവസമാക്കണേ അല്ലാ. ഞങ്ങളെ ഏറ്റവും റാഹത്തുള്ള യാത്ര ജനങ്ങളുടെ തോളിലേറി മയ്യിത്ത് കട്ടിലേറി പോകുന്ന യാത്രയാക്കണേ അല്ലാ. ഞങ്ങളെ സുരക്ഷിതമായ വിശ്രമം ഖബറിലാക്കണേ അല്ലാ. ആരാരുമില്ലാത്ത മണ്ണിന്റെ ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട കാഴ്ചയിൽ ഭീകരമായ ആ ഗുഹയിലേക്ക് സ്വന്തക്കാരുടെ കൈകളിൽ നിന്ന് പാവങ്ങളായ ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ താഴ്ന്നു വരുമ്പോ യജമാനനായ റബ്ബേ, മുത്തഖീങ്ങൾക്ക് നീ നൽകുന്ന ആതിഥേയത്വം കൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ജനങ്ങളോ ഒഴിവാക്കി കുടുംബക്കാരോ കൈയൊഴിഞ്ഞ് ഇനി നീയും കൈയൊഴിക്കല്ല അല്ലാ. ആ ഖബർ ഞങ്ങൾക്ക് മണ്ണറ മണിയറകളാക്കി തരണേ അല്ലാ. പെരുന്നാളിന് പായസമുണ്ടാക്കി തന്നിരുന്ന ഉമ്മമാര് ഖബറിലാണ്. നോക്കി വളർത്തിയിരുന്ന വാപ്പമാര് ഖബറിലാണ്. അല്ലാഹു അവരുടെ ഖബറുകളെ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. ഖബറുകൾ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഖൽബുകളെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഖൽബുകളെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളോട് ബന്ധപ്പെട്ട ആരെയും നീ നരകത്തിലിട്ട് കരിക്കല്ലേ അല്ലാ.